ഇന്ന് രാവിലെ 52 ഇടയിൽ സംസാരിക്കുന്നതുകൊണ്ടാണ് ക്ലിയർ ആവാത്തത്. 52 അഴുകിയ ബോഡി പാർട്സാണ്. അതിൻ്റെ പരിശോധന ഒന്നുകൂടി നോക്കേണ്ടി വരും. ഇന്ന് രാവിലെ ഇതുമായി ബന്ധപ്പെട്ട പോസ്റ്റ്മോർട്ടം ചെയ്തവരും ഇതിൻ്റെ ഇൻക്വസ്റ്റിൽ പങ്കെടുത്തവരും അതുപോലെ തന്നെ അവിടുത്തെ ലാബിലെ ആളുകളും ഉൾപ്പെടെയുള്ളവരുടെ ഓൺലൈൻ മീറ്റിംഗ് നടന്നിരുന്നു. അതിൻ്റെ അടിസ്ഥാനത്തിലാണ് ഈ റിസൾട്ടുകൾ ഇപ്പോൾ നമുക്ക് പറയുന്നത്. ഈ 52 എണ്ണം കഴിച്ചാൽ 401 ബാക്കി വരുന്നത് 349 ആ 349-ൽ 194 ബോഡി പാർട്സ് ഇൻഡിവിജ്വൽ പാർട്സാണ്. 194 349 401 എണ്ണം ആകെ. അതിൽ 52 എണ്ണം അഴുകി. 52 എണ്ണത്തിൽ 349 എണ്ണത്തിലെ 194 ഒരേ ബോഡിയുടെ തന്നെ ഭാഗമാണ്. ബാക്കി വരുന്ന 155 എണ്ണം 54 ശരീരങ്ങളുടെ ഭാഗമാണ്. പറഞ്ഞത് ക്ലിയർ ആയിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. ഒരു ബുദ്ധിമുട്ടുമില്ല. 415 ആണ് നമ്മൾ അയച്ചത്. അതിൽ 401 എണ്ണമാണ് പൂർത്തിയായത്. ആ 401-ൽ 52 ഭാഗങ്ങൾ ഡീകമ്പോസ്ഡ് ആണ്. അതുകൊണ്ട് അതിൻ്റെ വിവരം പൂർണ്ണമായി നമുക്ക് ലഭ്യമാകുന്ന സ്ഥിതി ഉണ്ടായിട്ടില്ല. ഇപ്പോഴത്തെ സാഹചര്യത്തിൽ ഇവിടുത്തെ പരിശോധന അനുസരിച്ച് അത് പൂർണ്ണതയിൽ എത്തിക്കാൻ പറ്റില്ല. ഏതെങ്കിലും വിധത്തിലുള്ള സാധ്യത കൂടി ഉണ്ടോ എന്ന് നമ്മൾ ആരായുന്നുണ്ട്. ബാക്കി വരുന്ന 349 പാർട്ടിൽ 194 എണ്ണം ഒരേ ആളുടെയാണ്, അല്ലെങ്കിൽ 194 ബോഡികൾ 194 തന്നെയാണ്. ബാക്കി വരുന്ന 155 എണ്ണം 54 ശരീരങ്ങളുടെ ഭാഗമാണ്. ഒന്നിലേറെ കയ്യോ കാലോ അവയവങ്ങളോ വരുന്നതായിരിക്കും. 54 പേരുടെ ഭാഗമാണ്. അങ്ങനെ പറഞ്ഞാൽ ഈ 401-ൽ ഡീകമ്പോസ്ഡായ 52 കഴിച്ച് ബാക്കി 349 ഭാഗങ്ങൾ 248 ആളുകളുടെ ഭാഗമായിട്ടാണ് ഇപ്പോൾ കാണുന്നത്. അതിൽ തന്നെ 121 പുരുഷന്മാരും 127 സ്ത്രീകളുമാണ്. കൃത്യമായിട്ടുണ്ടാകും എന്ന് ഞാൻ വിചാരിക്കുന്നു. നമുക്ക് രക്തസാമ്പിളുകൾ എടുക്കുന്നതിൽ നമ്മൾ നല്ലതുപോലെ മുന്നോട്ട് പോയി. അതായത് 115 പേരുടെ പൂർണ്ണമായും രക്തസാമ്പിളുകൾ കിട്ടി. ബാക്കി ആളുകളുടെയും രക്തസാമ്പിൾ ഇന്നലെ നിശ്ചയിച്ചനുസരിച്ച് തീരുമാനിച്ചു. ഒരേ ഒരു പ്രശ്നമുള്ളത്, ബീഹാർ നേറ്റീവ്സ് ആയിട്ടുള്ള 3 പേരുടെ റിലേറ്റീവ്സിനെ ഇപ്പോൾ നമുക്ക് ലഭ്യമായിട്ടില്ല. അവരെ 20-ാം തീയതി മാത്രമേ അവരുടെ രക്തസാമ്പിളുകൾ നമുക്ക് ലഭ്യമാകൂ. അതൊഴികെ ബാക്കി എല്ലാ രക്തസാമ്പിളുകളും തയ്യാറായി കണ്ണൂരിലെ ലാബിലേക്ക് അയച്ചിട്ടുണ്ട്. അത് ഇനി ഇപ്പോൾ ലഭ്യമായിട്ടുള്ള DNA റിസൾട്ടുമായി ക്രോസ് മാച്ച് ചെയ്യേണ്ടി വരും. നാളെ നമുക്കതിൻ്റെ ഫലം ലഭ്യമാക്കാൻ കഴിയും എന്നാണ് നമ്മൾ പ്രതീക്ഷിക്കുന്നത്. സാങ്കേതികത്വം ബാക്കിയുള്ള കാര്യങ്ങളിൽ പറയുന്നത് പോലെ വേഗത്തിൽ തരണമെന്ന് ആവശ്യപ്പെടാൻ പറ്റുന്ന ഒന്നല്ല. അതിൻ്റെ കൃത്യസമയം തന്നെ എടുത്തു പോകണം. കാരണം മനുഷ്യ ശരീരങ്ങളുടെ പ്രശ്നമാണ്, ആരുടേത് എന്ന് അറിയേണ്ട പ്രശ്നമാണ്. അപ്പോൾ അതുമായി ബന്ധപ്പെട്ട് ഈ രക്തസാമ്പിളുകൾ നാളെ ഇന്ന് ക്രോസ് മാച്ച് ചെയ്തുകൊണ്ടിരിക്കുന്നുണ്ട്. നാളത്തോടുകൂടി അതിൻ്റെ ഫലം ലഭ്യമാകും എന്നാണ് നമുക്ക് മനസ്സിലാക്കാൻ കഴിയുന്നത്. അത് ഈ ഘട്ടത്തിലെ ഒരു വലിയ അറിവും പുരോഗതിയുമാണ് എന്ന് പറയാതിരിക്കാൻ കഴിയില്ല. മറ്റൊരു കാര്യം, ഇന്ന് മേപ്പാടിയിലെ പഞ്ചായത്ത് അംഗങ്ങളുടെയും ജില്ലാ പഞ്ചായത്ത് പ്രസിഡന്റ്, MLA, മന്ത്രിതല ഉപസമിതി, ബന്ധപ്പെട്ട റവന്യൂ ഉദ്യോഗസ്ഥന്മാർ, അതോടൊപ്പം തന്നെ പഞ്ചായത്ത് അംഗങ്ങൾക്ക് പുറമെ ആ പ്രദേശത്ത് ഉൾപ്പെടുന്ന ജില്ലാ പഞ്ചായത്ത് വൈസ് പ്രസിഡന്റ്, ബ്ലോക്ക് പ്രസിഡന്റ്, ബ്ലോക്ക് വൈസ് പ്രസിഡന്റ്, ഇത്തരം ജനപ്രതിനിധികളുടെ യോഗം ഇവിടെ വെച്ച് തന്നെ ചേർന്നിരുന്നു. നമുക്ക് ഈ താൽക്കാലിക പുനരധിവാസവുമായി ബന്ധപ്പെട്ട് അവരുടെ സേവനങ്ങൾ കൂടി വേണ്ടതുപോലെ ലഭ്യമാകണമെന്ന് ആവശ്യപ്പെടുന്നതിന് വേണ്ടിയാണ് ആ യോഗം ചേർന്നത്. അതിനുശേഷം 5 പഞ്ചായത്തുകളിലെ കൂടി, 4 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയും 5 തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ കൂടി പ്രസിഡന്റുമാർ, ചെയർമാൻമാർ, സെക്രട്ടറിമാർ എന്നിവർ പങ്കെടുത്ത യോഗം ചേർന്നു. 2 യോഗങ്ങളായിട്ടാണ് നടക്കുകയുണ്ടായത്. അതനുസരിച്ച് നമുക്ക് ആദ്യ പരിഗണന മേപ്പാടിയാണെങ്കിൽ, പിന്നെ തുടർന്നുള്ള പരിഗണനയിൽ മുപ്പൈനാട്, വൈത്തിരി, കൽപ്പറ്റ, മുട്ടിൽ, അമ്പലവയൽ, ഈ 5 പഞ്ചായത്തും ഒരു മുനിസിപ്പാലിറ്റിയുമാണ് നമുക്ക് ആളുകളെ പാർപ്പിക്കാനുള്ള താമസ സ്ഥലങ്ങൾ ഒരുക്കുന്നതിൻ്റെ പ്രഥമമായിട്ടുള്ള പരിഗണനയുള്ളത്. അപ്പോൾ നമുക്ക് അതോടൊപ്പം തന്നെ താൽക്കാലികമായിട്ട് ലഭ്യമാകുന്ന റെൻറ്റഡ് ഹൗസ്, സൗജന്യമായി ലഭ്യമാകുന്ന വീടുകൾ, അതോടൊപ്പം തന്നെ സർക്കാർ ക്വാർട്ടേഴ്സുകൾ, അതിൻ്റെ എല്ലാം മെയിൻ്റനൻസ് നടന്നു വരികയാണ്. മെയിൻ്റനൻസ് നടക്കാത്തത് ഫ്രഷായി ഉപയോഗിക്കാൻ വേണ്ടി തയ്യാറാവുകയാണ്. എന്തായാലും നാളെ ഒരു ദിവസം, ഇന്ന് വൈകുന്നേരം തന്നെ എല്ലാ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളിലും സർവകക്ഷികളെയും വിളിച്ചുകൊണ്ട് പഞ്ചായത്ത് അംഗങ്ങൾ പ്രത്യേകമായി യോഗം നടത്തി. നാളെ ഒരു ദിവസം പ്രത്യേകമായി ചൂരൽമലയിലെ ദുരന്തബാധിതർക്ക്
ഒരു വാടക വീട് എന്ന മുദ്രാവാക്യവുമായി നാളെ എല്ലാ വാർഡുകളിലും, ഈ 5 പഞ്ചായത്തിലെയും മുനിസിപ്പാലിറ്റിയിലെയും എല്ലാ വാർഡുകളിലെയും പഞ്ചായത്ത് അംഗങ്ങളുടെയും സർവകക്ഷികളുടെയും നേതൃത്വത്തിലുള്ള ഒരു അന്വേഷണം, വീടിന് വേണ്ടി വാടകയ്ക്ക് വേണ്ടി ഒരു അന്വേഷണം നടത്തണം എന്ന് നിശ്ചയിച്ചിട്ടുണ്ട്. ആ അന്വേഷണവുമായിട്ട് മുന്നോട്ട് പോകാൻ തന്നെയാണ് ഇപ്പോൾ തീരുമാനിച്ചിട്ടുള്ളത്. അതോടൊപ്പം തന്നെ ഇന്ന് രാവിലെ ഹാരിസൺ മലയാളത്തിലെ എല്ലാ യൂണിയനുകളുടെയും അവരുടെ മാനേജ്മെൻറ്റിൻ്റെയും സാന്നിധ്യത്തിൽ ഒരു വിശദമായിട്ടുള്ള യോഗം ഞങ്ങൾ മന്ത്രിതല ഉപസമിതി അംഗങ്ങൾ പങ്കെടുത്തുകൊണ്ട് കളക്ടറും പിന്നെ സ്പെഷ്യൽ ഓഫീസറും ഉൾപ്പെടെ പങ്കെടുത്തുകൊണ്ട് ചേരുകയുണ്ടായി. അപ്പോൾ അവർ ഈ 17-ാം തീയതിക്കകം 53 വീടുകൾ അവർ തയ്യാറായി കഴിഞ്ഞതായി അറിയിച്ചിട്ടുണ്ട്. പിന്നെ അവർക്ക് ബാക്കി ഒരു 56 വീടുകൾ കുറച്ചുകൂടി ദിവസം വേണ്ടി വരും എന്ന് നിശ്ചയിച്ചു. അങ്ങനെ പോകാൻ കഴിയില്ല എന്ന് നമ്മൾ അവരോട് പറഞ്ഞു. അതിൻ്റെ അടിസ്ഥാനത്തിൽ ഇന്നു തന്നെ ഇവർ കണ്ടെത്തിയിട്ടുള്ള വീടുകളുടെ ഒരു ഭദ്രതയും അതിൻ്റെ നടത്തിപ്പും അറിയാൻ ഓരോ ട്രേഡ് യൂണിയൻ മൂവ്മെൻറ്റിലെയും ഓരോ പ്രതിനിധികളും മാനേജ്മെൻറ്റ് പ്രതിനിധികളും ഉൾപ്പെടെ പരിശോധന നടത്തി നാളെ രാവിലേക്ക് അവരുടെ തൊഴിലാളികളെ അലോട്ട് ചെയ്യുന്നത് ഉൾപ്പെടെയുള്ള കണക്കുകൾ ഇവിടെ ലഭ്യമാകണം എന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളുടെ ഒരു നിർദ്ദേശം ഓഗസ്റ്റ് 20-ന് മുമ്പ് ഈ വാടക വീടുകളെല്ലാം തയ്യാറാകണം എന്നാണ്. ഓഗസ്റ്റ് 20-ന് ശേഷം എന്ന് അവർ പറഞ്ഞ സ്ഥലങ്ങളിൽ കൂടി ആർക്കാണ് ആ വീടുകൾ കൊടുക്കാൻ പോകുന്നത് എന്നുകൂടി തയ്യാറാക്കിയാൽ അവരുടെ കൂടി മേൽനോട്ടത്തിൽ വീടുകളുടെ റിപ്പയർ നടക്കും. ഹാരിസൺ മലയാളം തന്നെ റിപ്പയർ നടത്താം. 53, 56, 37, 93. അപ്പോൾ അവർ അങ്ങനെ തയ്യാറാക്കാമെന്ന് പറഞ്ഞിട്ടുണ്ട്. ഞങ്ങളതിൻ്റെ വേഗത വർദ്ധിപ്പിച്ചുകൊണ്ട് വേഗമാക്കാം എന്നാവശ്യപ്പെട്ടിട്ടുണ്ട്. അവിടെ അലോട്ട്മെൻറ്റ് പൂർണ്ണമായിട്ടും അതാത് യൂണിയനുകളുടെ കൂടി അഭിപ്രായത്തോടെ മാനേജ്മെൻറ്റ് നിർവഹിക്കണം എന്നാണ് ഞങ്ങളുടെ ഒരു നിർദ്ദേശം. കാരണം എന്താണെന്ന് വെച്ചാൽ അവർക്ക് ഇനി അതാത് സ്ഥലങ്ങളിൽ ജോലി കൂടി ശരിയാക്കണമെങ്കിൽ ആ നടപടിക്രമങ്ങൾ വേണ്ടിവരും. അവർ പറഞ്ഞ അട്ടമലയിൽ ഇപ്പോൾ തൽക്കാലം താമസിപ്പിക്കേണ്ടതില്ല എന്ന് ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. കാരണം മറ്റൊന്നും കൊണ്ടല്ല, ആ അട്ടമല, ചൂരൽമല, മുണ്ടക്കൈ, പുഞ്ചിരിമറ്റം ഈ 4 സ്ഥലങ്ങൾ ഇപ്പോൾ പരിശോധനയുടെ ഘട്ടത്തിലാണ്. അവിടെ നിന്നുള്ള റിപ്പോർട്ട് കൂടി അറിഞ്ഞതിന് ശേഷം മാത്രമേ ആ നടപടിക്രമങ്ങളുമായിട്ട് മുന്നോട്ട് പോകാനാകൂ എന്ന കാര്യവും ഞങ്ങൾ പറഞ്ഞിട്ടുണ്ട്. ബാക്കിയുള്ളത് ഇനി വരുന്ന എല്ലാ ക്യാമ്പുകളിലും ഒരു പഞ്ചായത്ത് അംഗം, ഒരു റവന്യൂ ഉദ്യോഗസ്ഥൻ, ഒരു സോഷ്യൽ വർക്കർ എന്നിവരുൾപ്പെടെ 5 പേരടങ്ങുന്ന ഒരു കമ്മിറ്റി ഈ അലോട്ട്മെൻറ്റുമായി ബന്ധപ്പെട്ട കാര്യങ്ങളിൽ അവരുമായിട്ട് സംസാരിക്കാൻ കൂടി വേണ്ടി നിശ്ചയിച്ചിട്ടുണ്ട്.